ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നല്ല താങ്കൾ പറഞ്ഞ ഭാഷയിലൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നൊക്കെ വിളിക്കേണ്ടതാണ്. പക്ഷേ ഞാനൊരു മര്യാദയിലേക്ക് പറയുകയാണ്. നിങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. 2026 പുതുവർഷം ആരംഭിച്ചുള്ളൂ. ഈ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചല്ല, താല്പര്യമില്ലാതെയാണ് ചെയ്യാൻ വന്നതെങ്കിലും ഇത് ചെയ്യാതെ ഒരു നിർവാഹമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു മണ്ണാങ്കട്ട പാസ്റ്റർ പരിചയപ്പെട്ട് കാണും. ഒരു പെന്തക്കോസ്ത് കൺവെൻഷൻ വേദിയിൽ നിന്ന് ഒരു പാസ്റ്റർ നിന്നങ്ങ് അലക്കുക. എന്തിനാ സ്നാനം? ആർക്കറിയാ സ്നാനം? മണ്ണാങ്കട്ട വിഗ്രഹം മണ്ണാങ്കട്ട ഓർത്തഡോക്സ് വിശ്വാസം, പരിശുദ്ധ മറിയം, മാമോദിസ, മൂന്നിന്മേൽ കുർബാന, അങ്ങനെ ഭയങ്കര പ്രസംഗം, ഓരോ പ്രസംഗം നാട്ടുകാരെ ഇടപെടുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് നേരം വെളുത്ത കുറച്ച് പെന്തക്കോസുകാരുണ്ട്, അതായത് ബോധവും വിവരവും അത്യാവശ്യം തലയിൽ മൂളയുള്ള കുറച്ച് പെന്തക്കോസുകാരുണ്ട്. അവരും ഈ വീഡിയോയ്ക്ക് എതിരെ വന്നു. ഇതെങ്ങനെയല്ല ഒരു പെന്തക്കോസ് സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ്, പരിജ്ഞാനമില്ലാതെയാണ് ഇതെല്ലാം ചെയ്തത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പെന്തക്കോസുകാർ ഇതിനെതിരെ വന്നു. പക്ഷേ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത് ഇതിൻ്റെ എതിർഭാഗം തന്നെയാണ്. അതായത് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ തന്നെ സത്യമാണെന്നും ബൈബിളിലുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ നേരം വെളുക്കാത്ത കുറച്ച് ആളുകളാണ് ഇപ്പോഴും പെന്തക്കോസിൽ കൂടുതലുള്ളത്. അപ്പോൾ അവർ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നതുകൊണ്ട്, കാരണം ഈ ലോകം നമ്മുടെ അല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിക്കണോണ്ടായിരിക്കും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത കുറേ ടീമുകളുണ്ട്. അപ്പോൾ പെന്തക്കോസിലിസം ഇപ്പോൾ എവിടെ വരെ എത്തിയിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കാത്ത, അറിയാത്ത കുറേ ആളുകളുണ്ട്. ഇതെല്ലാം പെന്തക്കോസിൻ്റെ എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ടാർസം പാസ്റ്ററോടാണ്, നമ്മുടെ മണ്ണാങ്കട്ട എന്ന് വിളിച്ചു പറഞ്ഞ പാസ്റ്ററോട് ആണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തെ മണ്ണാങ്കട്ട എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രസംഗിക്കുന്ന പെന്തക്കോസ്ത് വിശ്വാസം മലമാണ്. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് മൈക്ക് കെട്ടി ഒറ്റയ്ക്കിരുന്ന് അത് അവിടെ ഇവിടെ വിളിച്ച് പറയുന്നതിനകത്തൊരു ആണത്തം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നിങ്ങളെ ഒരു സംവാദ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഓർത്തഡോക്സിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങളുടെ ഒരു സംസാരത്തിൽ നിന്നും എല്ലാ ഭാഷയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഓർത്തഡോക്സിൽ നിന്ന് വന്ന ഒരു പെന്തക്കോസ്തുകാരനാണെങ്കിൽ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്താം. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന് പെന്തക്കോസ്തിൽ 4 തലമുറ പിന്നിട്ട 5 തലമുറ പിന്നിട്ട ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലെ ഒരാളാണ്, ഒരംഗമാണ്. ഞാൻ ഓർത്തഡോക്സ് വിശ്വാസം സ്വീകരിച്ച ആളാണ്. റീസെൻ്റ്ലി ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ മാമോദീസ എടുത്ത ആളാണ്. നിങ്ങളുടെ സംവാദ രീതിക്ക് പറ്റിയൊരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് അറിയാം നിങ്ങൾക്ക് ചരിത്രപരമായോ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായോ പെന്തക്കോസ്തിനെ പറ്റിയോ ക്രിസ്ത്യാനിറ്റിയെ പറ്റിയോ ഒന്നും അറിയില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഇത് കേട്ട കുറച്ച് ഓഡിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഓർത്തഡോക്സിലെ കുറച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ പെന്തക്കോസിൽ താങ്കൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അവർക്ക് ഒരു പ്രയോജനമാകുവാൻ വേണ്ടി ഒരു സംവാദ വേദിയിൽ നമുക്ക് നമ്മളുടേതായുള്ള ആശയങ്ങൾ വെച്ച് നമുക്ക് ഇത് ഏതാണ്, മണ്ണാങ്കട്ടയാണോ മലമാണോ എന്നൊക്കെ നമുക്കൊന്ന് ആശയസംവാദം നടത്തിയാൽ കൊള്ളാവുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു വിഷയത്തിൽ മൈക്ക് കെട്ടി ഒറ്റയ്ക്ക് എന്ന് വിളിച്ച് പറയുന്നതല്ല, എരിവും ആണത്തമുണ്ട്. എരിവെന്ന് പറയാൻ കാര്യം IIM പഠിപ്പിക്കുന്നൊരു സാറ് എനിക്ക് താങ്കളുടെ ഒരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു നല്ല എരിവുണ്ട്, പക്ഷെ പരിജ്ഞാനമില്ല എന്നാണ് പറഞ്ഞത് പുള്ളി. അപ്പം അത് നിങ്ങളൊരു എരിവുകാരനാണ് എന്ന് എനിക്ക് മനസ്സിലായി. ആ എരിവുണ്ടെങ്കിൽ ആ എരിവ് ഉള്ള ആ ദൈവം വെളിപ്പെടുത്തി തന്ന സത്യങ്ങൾ വിളിച്ചു പറയുന്ന ആളാണെങ്കിൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നല്ല താങ്കൾ പറഞ്ഞ ഭാഷയിലൊക്കെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ എന്നൊക്കെ വിളിക്കേണ്ടതാണ്. പക്ഷെ ഞാൻ എൻ്റെ ഒരു മര്യാദയിലേക്ക് പറയുകയാണ്. നിങ്ങൾ ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 8884080346 8884080346. ഈ നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇനി അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയരുത്, വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല, കിട്ടിയില്ല, അങ്ങനെയുള്ള ഒരു ഇത് ഒഴിവാക്കാൻ നിങ്ങൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ചെയ്യും. ഞാനപ്പോൾ നമുക്ക് അത്തരത്തിലൊരു വേദിയിൽ സംവാദത്തിന് ഇരിക്കാം. നമ്മുടെ ഷമീർ കാക്കേനെ വേണമെങ്കിൽ കൂടെ വിളിക്കാം. ഷമീർ കാക്കയൊക്കെ എനിക്ക് വളരെ അടുത്തെന്ന് പറഞ്ഞാൽ ഓൺലൈനിലൂടെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രോത്തൊക്കെ വളരെ നല്ല രീതിയിൽ എനിക്ക് അറിയാവുന്ന ആണ്. പുള്ളിക്കും ഈ പറഞ്ഞ പോലെ സംവാദത്തിന് പറ്റിയ സ്റ്റഫുള്ള ആളൊന്നുമല്ല. പുള്ളിയും ഈ ഒരു മോഡൽ തന്നെയാണ്, നിങ്ങൾ പറഞ്ഞ മോഡൽ തന്നെയാണ്. വെറുതെ ഇരുന്ന് പെന്തക്കോസ്തുകാരെയും കുറ്റം പറയുക, അവരവരെയും കുറ്റം പറയുക, അതെന്തോ വലിയ പെന്തക്കോസ്തിൻ്റെ വലിയ എന്തോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന എന്തോ വലിയ കാര്യമാണെന്നും ധീരതയാണെന്നും
അതൊരു വലിയൊരു ശുശ്രൂഷയാണെന്നൊക്കെ ചിന്തിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നേരം വെളുക്കാത്ത കുറേ ടീമുകളാണ്. അപ്പോൾ അവരുള്ളിടത്തോളം കാലം ഇത് വിജയിക്കും, മുന്നോട്ട് പോകും. ഇത് അങ്ങനെ എങ്ങനെ തന്നെയായിരുന്നു പെന്തക്കോസ്. ഇപ്പോഴുള്ള പെന്തക്കോസുകാർ ഇച്ചിരി മാന്യന്മാരായതുകൊണ്ട് ഇതിനെതിരായിട്ട് വന്നെന്നുള്ളൂ. നേരത്തെ അതായത് ഇതൊരു 30 വർഷം മുമ്പെങ്കിലും ഇറക്കേണ്ടിയിരുന്ന ഒരു സാധനമാണ്. അന്ന് ഇതാരും വലിയ പ്രതികരിക്കില്ലായിരുന്നു, അത് വലിയ കാര്യമായിട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പോഴൊക്കെ പെന്തക്കോസിലുള്ള ആൾക്കാർക്ക് ഇച്ചിരി വെളിച്ചമൊക്കെ വന്നതുകൊണ്ടാണ് അവരിപ്പോഴെങ്കിലും അതിനൊന്ന് എതിരായിട്ടെങ്കിലും പറഞ്ഞു തുടങ്ങിയത്. അവർക്ക് തന്നെ ഒരു നാണക്കേട് തോന്നിക്കാണണം. എന്തായാലും നേരം വെളുക്കാത്ത ആളുകൾ ഉള്ളിടത്തോളം കാലം, അതും ഭൂരിഭാഗം, അതിനകത്ത് വിദ്യാഭ്യാസമോ പണമോ അല്ലെങ്കിൽ കുടുംബ മഹിമ ഇതൊന്നും ഒരു വിഷയമില്ലട്ടെ. പെന്തക്കോസിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ നേരം വെളുക്കാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനി ഏതെങ്കിലും വേദിയിൽ ഇത് പറയാൻ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ പറയും എന്ന് നിങ്ങൾക്ക് വലിയ ധീരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളോട് ഒന്ന് സംസാരിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നമുക്കപ്പോൾ ഏതെങ്കിലും സംവാദ വേദിയിലേക്ക് കാണാം. ഇങ്ങനെ കുറച്ച് നാളുകളായിട്ട് പെന്തക്കോസുകാരുടെ വിഷയങ്ങളൊന്നും ഇടപെടാതിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതൊന്ന് പോളിഷ് ചെയ്യാനും, എൻ്റെ 2-3 വർഷമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പോളിഷ് ചെയ്ത് ഒന്നുകൂടി എടുക്കണം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീണ്ടും നമ്പർ ഞാൻ പറയുന്നു, 8840800346. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ കുറേ പെന്തക്കോസുകാരുണ്ട്. നിങ്ങൾക്ക് കമൻ്റ് ഇടാനേ പറ്റുള്ളൂ. നിങ്ങൾ ആ കമൻ്റ് ഇട്ട് തുടരുക, മൈൻഡ് ചെയ്യുന്നില്ല. ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വാട്സപ്പിൽ അയക്കാതിരിക്കുക. അപ്പോൾ ടാർസം പാസ്റ്ററിനെ ഏതെങ്കിലും ഒരു സംവാദ വേദിയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു.